എന്നതാണ്. ബുദ്ധിയുടെ പ്രകടനം നടത്തുന്ന സ്ഥലമാണ് മസ്തിഷ്കം. നമ്മൾ ബുദ്ധിഭ്രമം എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക ഭ്രമം എന്നുകൂടിയാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന അല്ലെങ്കിൽ പണം കൊടുത്തയച്ച ഒരാൾ വീണു പോയാൽ, അയാളുടെ കയ്യിൽ നിന്ന് വീണു പോയാലും സംഗതി നഷ്ടം തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒറിജിനൽ കേന്ദ്രം നിൽക്കുമ്പോൾ തൽക്കാലമേ നഷ്ടമുള്ളൂ, സ്ഥിരമായ നഷ്ടമില്ല. ഇതുകൊണ്ടാണ് ന്യൂറോളജിയുടെയും പ്രവാചക വൈദ്യത്തിന്റെയും വ്യത്യാസം. ന്യൂറോളജിക്കലായി മസ്തിഷ്കത്തിൽ തകരാറ് വന്ന ഒരു രോഗിയെ വളരെ പ്രയാസകരമായി ബുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരു രൂപമാണ് അവർ പറയുന്നത്. പകരം മസ്തിഷ്കം വെറും പ്രകടന അവയവമാണ്, വളരെ പ്രധാനപ്പെട്ട അവയവമാണ്. പക്ഷേ അവിടെ പ്രകടിപ്പിക്കുന്ന ബുദ്ധിയുടെ സ്രോതസ് ഹൃദയമാകയാൽ അവിടെ ശരിപ്പെടുത്തിയാൽ ഇനിയും റെഡിയാക്കി എടുക്കാൻ പറ്റും. അവിടെ ഇസ്ലാഹ് ചെയ്ത് നന്നാക്കിയെടുത്താൽ. ഇതുകൊണ്ടാണ് ന്യൂറോളജിക്കലായ പല കേസുകളിലും ഡോക്ടർ എം കെ മുനീർ സാഹിബിന് നേരത്തെ അദ്ദേഹം പറഞ്ഞു, സ്കിസോഫ്രീനിയ പോലുള്ള വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും ഈ അഥവാ പ്രൊഫറ്റിക് മെഡിസിന്റെ മേഖലയിൽ വിജയം കാണുന്നതിന്റെ ഒരു കാരണം പ്രകടന അവയവത്തിന്റെ തകരാറ് കണ്ട് അന്തിച്ചു നിൽക്കാതെ വിതരണ അവയവത്തെ, അതിന്റെ സ്രോതസ്സിനെ കണ്ട് ചികിത്സിക്കാനുള്ള തന്ത്രമുണ്ടാകുമ്പോൾ അവിടെ വിജയമുണ്ടാവും. അപ്പോ മനസ്സിന് പരിക്ക് പറ്റുക എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന് പരിക്ക് പറ്റും. ഉദാഹരണത്തിന് ബോധം പോയാൽ, തലച്ചോറിന് അടി കിട്ടിയാൽ ബോധം പോകും. അപ്പോൾ തലച്ചോറിലല്ലേ ബുദ്ധി എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ, പോസ്റ്റ്മാൻ അടി കിട്ടിയാലും പണം കിട്ടൂല എന്നതുകൊണ്ട് പോസ്റ്റ്മാൻ അല്ല പണം കൊണ്ടു തരുന്നത്. തൽക്കാലമാണ് അപകടം, അടിസ്ഥാന അപകടം സംഭവിച്ചിട്ടില്ലല്ലോ. തല ഒരു 6% തല ക്ഷതത്തിൽ നിന്ന് കഴിച്ചിലാവുകയാണെങ്കിൽ പിന്നെ രക്ഷപ്പെടുന്നു വീഴുന്നുണ്ടല്ലോ മനുഷ്യൻ. പിന്നെ എന്തേ ബുദ്ധി പോകാഞ്ഞേ? അപ്പോ ആ ബുദ്ധി ഹൃദയം കൊടുത്തയച്ചതായിരുന്നു. ഹൃദയത്തിലേക്കുള്ള കണക്ഷൻ ആ നിലയിൽ ചിന്തിക്കാത്തത് കൊണ്ട് ഹൃദയം ബുദ്ധിയാണ് ഹൃദയത്തിന്റെ അടിസ്ഥാന ദർഭം എന്ന് ഖുർആൻ പറയുന്നു. ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുകൊണ്ട് അവർ ബുദ്ധിപൂർവം ചിന്തിക്കുന്നു, ബുദ്ധി ഉപയോഗിക്കുന്നു. തുടങ്ങി കുറെ ആയത്തുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനസ്സ് ഹൃദയത്തിലാണ് എന്ന്. ഇങ്ങനെ ഖുർആൻ ഹദീസുകളും ആയത്തുകളും ധാരാളം ഈ വിഷയത്തിലുണ്ട്. എങ്കിൽ ഹൃദയത്തിന്റെ ഈ ബുദ്ധിയെ കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ മനസ്സിന്റെ വലിയ ഒരു ധർമ്മം. ഇതാണ് സീക്കിംഗ് മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഹൃദയവും മസ്തിഷ്കവും എല്ലാം ചേർന്ന് പ്രപഞ്ചത്തിന്റെ രഹസ്യത്തെ അറിയാനുള്ള ഒരു താല്പര്യം. ആ താല്പര്യത്തെ പ്രയോഗിച്ചാൽ മാത്രം അറിയാവുന്ന തരത്തിലാണ് ഖുർആന്റെ സംവിധാനം. ഉദാഹരണം, സൂറത്തുൽ അലക്കിൽ നിന്നാണ് ഖുർആൻ അവതരിപ്പിച്ചത്, തുടങ്ങിയത്. പക്ഷെ അവിടെ ഒക്കെ ഗോപ്യമായ പലതും ബാക്കി വെച്ചിട്ടാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. കേവലം ഭാഷാ പാണ്ഡിത്യം കൊണ്ട് അയോഗ്യരായ ആളുകൾ ഖുർആനിന്റെ വിജ്ഞാനങ്ങൾ എടുക്കരുത്, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം പോലുള്ളവ എടുക്കരുത് എന്ന നിർബന്ധം അള്ളാഹുവിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദശക്കണക്കിന് ഹദീസുകൾ കാണാം, അനർഹർക്ക് വിജ്ഞാനം ദുരുപയോഗം ചെയ്യാൻ അവസരം ഉണ്ടാക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈദ്യശാസ്ത്രം പോലുള്ളവ വളരെ ഗോപ്യമായ ചില തന്ത്രങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത്. അൽ ഹബ്ബത്തു സൗദാഇ ശിഫാഉൻ മിൻ കുല്ലി ദാഇൻ എന്ന ഹദീസിലൂടെ ലക്ഷക്കണക്കിന് ഔഷധശാസ്ത്രങ്ങളുടെ വലിയ രഹസ്യത്തെ ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ ഭാഷാ പാണ്ഡിത്യത്തിൽ നിന്ന് മാത്രം കരിഞ്ജീരകം എന്ന് മാത്രം കിട്ടുന്ന ഒരു അർത്ഥവും വെച്ചു. ഭാഷാ പാണ്ഡിത്യം മാത്രവും വൈദ്യബുദ്ധി ഇല്ലാത്തതുമായ ആൾ ആ കരിഞ്ജീരകം കഴിച്ച് രോഗികൾ വരെ ആയിത്തീരുന്നു. അതേസമയം ആരോടാണ് അത് പറഞ്ഞത്? അത് വൈദ്യനോടാണെങ്കിൽ അതെന്തിന്, എപ്പോൾ, ആരോട് പറഞ്ഞു എന്നുള്ള ഒരു മേഖലയിൽ അതിൻ്റെ ഒരു വിജ്ഞാനം വേറെയും പോകുന്നു. ഇത് ഖുർആന്റെ ഒരു തന്ത്രമാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ അലക്കിന്റെ തുടക്കം തന്നെ നോക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ നാമം കൊണ്ട് വായിക്കുക എന്ന് പറയുമ്പോഴും ആ നാമം എന്ത് എന്ന് പറയുന്നില്ല. ഇഖ്റ, നീ വായിക്കുക. ബിസ്മി, ഇസ്മു കൊണ്ട്. അപ്പോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ആ ഇസ്മ ഏതാണ് എന്നതാണ് വൈദ്യശാസ്ത്രത്തിലെ വലിയൊരു കാരണം. ഈ ഖുർആനിൽ നിന്നേ വൈദ്യശാസ്ത്രം ലഭിക്കൂ എങ്കിൽ ഖുർആൻ വായിക്കാനുള്ള താക്കോലാണ് ആ ഇസ്മ. അത്